അയ്യപ്പ സംഗമം എന്നുള്ള കാര്യവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചത് സാജു ഈ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഇങ്ങനെ ഒരു സംഗമം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം 3 പ്രധാനപ്പെട്ട സെഷനുകളാണല്ലോ നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് സർക്കാരിന്റെയും അതുപോലെ തന്നെ ഈ പങ്കെടുത്ത ആളുകളുടെയും ഒക്കെ ഒരു വിലയിരുത്തൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അമൃത, നമുക്കറിയാം പ്രധാനമന്ത്രിയുടെയൊക്കെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള TK നായരെ പോലുള്ള ആളുകൾ നയിച്ച ചർച്ച, മുൻ DGP ജേക്കബ് പുന്നൂസിനെ പോലെ വിദഗ്ധർ നയിച്ച ചർച്ചകൾ, ഇങ്ങനെ ആ പാനൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഏറ്റവും മികച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്നതായിരുന്നു ആ പാനൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ സദസ്സിൽ നിന്നുകൂടി അതിൽ ക്രിയേറ്റീവായ ഇടപെടലുകൾ വരുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ പൂർണ്ണമായ തോതിലേക്ക് വരിക. പക്ഷെ അതിനുവേണ്ട ഒരു സദസ്സ് ഈ ചർച്ചകൾ നടക്കുമ്പോൾ 3ഇടത്തും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതയാണ് മാധ്യമങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഈ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ഏതൊക്കെ അർത്ഥത്തിൽ എത്രയൊക്കെ വേഗത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കും എന്നതുള്ള അത് എങ്ങനെ നടപ്പിലാക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങൾ ഒന്നുമില്ല. ഈ സർക്കാർ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ല എന്ന് പറയുകയും ഇതിന്റെ ലക്ഷ്യം ശബരിമലയുടെ വികസനമാണ് എന്നതായിരുന്നു സർക്കാർ പ്രചരിപ്പിച്ചിരുന്നത്. അങ്ങനെ നടക്കണമെങ്കിൽ ഇപ്പോഴുള്ള 18-അംഗ സമിതി നൽകുന്ന നിർദ്ദേശങ്ങൾ അത് നടപ്പാക്കാനുള്ള സമഗ്രമായ പദ്ധതി, അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതെല്ലാം ആവിഷ്കരിച്ച് കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് അത് നീങ്ങുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ കഴിയുള്ളൂ. പക്ഷേ നിലവിലുള്ള കാര്യം ഇതിനോട് ആഗോള അയ്യപ്പ സംഗമം മഹാവിജയമായിരുന്നു, അത് ലോകത്തിലെ ഒരു ചരിത്ര വിജയമാണ് എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനാണ് ഇപ്പോൾ CPM-ഉം സർക്കാരുമൊക്കെ ശ്രമിക്കുന്നത്. അതിലൂടെ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ അർത്ഥത്തിൽ അത് ആദ്യഘട്ടത്തിൽ സർക്കാർ എന്താണോ CPM എന്താണോ ലക്ഷ്യമിട്ടത് അതിലേക്കുള്ള ചവിട്ടുപടിയാകാൻ അവർക്ക് അതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ബാക്കി കാര്യങ്ങൾ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരു നിലപാടുകൾ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഇത് എത്തരത്തിൽ അത് വിജയകരമായിരുന്നോ എന്നൊക്കെ വിലയിരുത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ആളുകളുടെ എണ്ണം സംബന്ധിച്ച് സർക്കാരിന്റെ ഇപ്പോഴത്തെ അവകാശവാദം 4600ഓളം പേർ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ 200-നടുത്തുള്ള വിദേശ പ്രതിനിധികൾ അടക്കം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് രജിസ്ട്രേഷന്റെ മറ്റും കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന കാര്യമാണ് സർക്കാർ ഇപ്പോഴും വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിലധികം ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം. പക്ഷേ സെഷനുകളിൽ പാനൽ ഡിസ്കഷൻ നടന്നെടുത്ത് ആ പ്രതീക്ഷിച്ച ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ ദൃശ്യങ്ങൾ നേരത്തെ എടുത്തു വെച്ചതാണെന്നും അത് AI ദൃശ്യങ്ങളാണ് എന്നൊക്കെയുള്ള വിചിത്രവാദങ്ങൾ CPM-ഉം സർക്കാരും ഇപ്പോൾ നിരത്തുന്നത്. അമൃത, സർക്കാരിന്റെ വാദങ്ങൾ നമ്മൾ കേട്ടു. ദേവസ്വം ബോർഡിനും സമാനമായ വിലയിരുത്തൽ തന്നെയാണോ സാജു ഉള്ളത്? പുറത്തേക്ക് ഇതേ വാദങ്ങളൊക്കെ തന്നെയാണ്. വലിയ വിജയമായിരുന്നു, ചരിത്ര വിജയം എന്നൊക്കെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും ഈ പാനൽ ഡിസ്കഷനിലും മറ്റും ആളുകൾ കുറഞ്ഞതിനെ ദേവസ്വം ബോർഡ് കണക്കാക്കുന്നത് ഇത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആളുകൾ ഇത്തരത്തിൽ വലിയ താല്പര്യം കാണിക്കാതിരുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഇത്തരം സദസ്സുകളിലേക്ക് മാറിയിരുന്നിട്ടില്ല എന്ന ഒരു വിലയിരുത്തലൊക്കെ ദേവസ്വം ബോർഡിനുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അക്കാര്യങ്ങൾ വിശദീകരിക്കാൻ അവരും തയ്യാറല്ല. അവർ എടുത്തിരിക്കുന്ന നിലപാട്, പുറത്തേക്ക് സ്വീകരിക്കുന്ന നിലപാട് ഇതിനൊരു ചരിത്ര വിജയമെന്ന സർക്കാർ നിലപാടിന് ഒപ്പം തന്നെയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നത്. കാരണം ഇത് തിരുവിതാംകൂർ സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്നു എന്ന് സർക്കാർ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന നിലയ്ക്കാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അതായത് ഇതിന്റെ സംഘാടകർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്, സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്നതാണ് എന്ന് അവകാശപ്പെടാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കുകയുമൊക്കെ ചെയ്തിരുന്നതാണ്. സ്വാഭാവികമായും അതിന്റെ സംഘാടകർ എന്ന നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതീക്ഷിച്ച ആളുകൾ എത്തിയില്ല എന്നവർക്ക് അകത്ത് അത്തരം വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും അത് പുറമേക്ക് പറയാതെ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു സമീപനത്തിനൊപ്പം അത് ഉയർത്തിപ്പിടിച്ചു മുന്നോട്ട് പോകുക എന്ന രീതിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്നത്. അമൃത, സാജു, അതുപോലെ തന്നെ ഇനി പ്രതിപക്ഷത്തിന്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം പ്രതിപക്ഷത്തിന്റെ സമീപനം ഏത് രീതിയിലായിരുന്നു എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ ഈ സമാപനം അവസാനിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സ്ഥിതിക്ക് എന്താണ് പ്രതിപക്ഷം ഈ വിഷയത്തെക്കുറിച്ച് അനുമാനിക്കുന്നത്?
UDF ഇത് ബഹിഷ്കരിച്ചു എന്ന് പറയാതെ വിട്ടുനിൽക്കുക എന്ന ഒരു സമീപനമാണ്. അതായത് ബഹിഷ്കരിച്ചില്ല എന്നാൽ സഹകരിച്ചില്ല എന്നതായിരുന്നു UDF ഇക്കാര്യത്തിൽ എടുത്തിരുന്ന രീതി. അതിന് UDF ചില കാര്യങ്ങൾ സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങളായി ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും അവർ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. അതിനുള്ള കാരണമായി പറഞ്ഞത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്ന ചോദ്യമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നത്, UDF മുന്നോട്ട് വെച്ചിരുന്നത്. അത്തരം നിലവിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലങ്ങളിലെ നിലപാടുകൾ തിരുത്തിക്കൊണ്ട് അവ സുപ്രീം കോടതിയെ അറിയിക്കുന്നതിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാണോ എന്ന ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടിരുന്നത് UDF. അതിൽ ഏറ്റവും പ്രധാന